ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും നമ്മുടെ ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്ററൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒരു ബീഫ് ദം ബിരിയാണി വെച്ചാലോ? അതിനുവേണ്ടി നമ്മൾ ആദ്യം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം വെച്ച് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുവാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെമ്പ് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചെമ്പ് വെച്ച് ചൂടാവുമ്പോൾ നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ നമ്മൾ സവാള വഴറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാള വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ബോളൊക്കെ കളിക്കുകയാണ്. സ്നേഹയാണെങ്കിൽ മാർക്കസിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കസിന് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് അകത്തിരിക്കുന്നതേ ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ വെളിയിൽ വന്നിരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ സവാളയൊക്കെ വഴണ്ട് വരുന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അത് ഇട്ട് അത് പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അതെല്ലാം നന്നായി മിക്സായി കഴിയുമ്പോഴത്തേന് നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളിയും ജസ്റ്റ് ഒന്ന് പച്ച ഇതൊക്കെ മാറി ഒന്ന് വഴണ്ട് വരണം. അത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് നമ്മളിനി അടുത്തതായിട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. നന്നായി ഇളക്കി ആ പച്ചമണം മാറുന്നത് വരെ അത് നന്നായി ഇളക്കുക. ഇനി ശകലം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിലേക്ക് പിന്നാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നാരങ്ങാനീരാണ്. അങ്ങനെ കുറച്ച് നാരങ്ങാനീരൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം വഴണ്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫാണ്. ആ ബീഫ് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം എല്ലാ സൈഡിലും പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നല്ല ചൂടാണ്. പുറത്ത് വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തത്. അങ്ങനെ നന്നായി വഴണ്ട മസാലയിലേക്ക് നമ്മൾ അര പാക്കറ്റ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ റൈസ് വേവിച്ചിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മൾ റൈസ് ഇട്ടിട്ടുണ്ട്. അതിന് വീണ്ടും അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാള എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദം ചെയ്യുകയാണ്. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ അടിപൊളി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മളെല്ലാവരും ഇത് കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മളിനി അടുത്തതായിട്ട് ഇന്ന് ചേട്ടൻ്റെ വീട്ടിലാണ് വരുന്നത്. നമുക്കാണെങ്കിൽ വൈകിട്ടത്തെ ഫുഡ് അവിടെ ആണ്. ഇവിടെ നല്ല വിഭവസമൃദ്ധമായ നാടൻ ഊണായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.